ഇതെന്റെ മകൾ ജാനകി. മോളെ, ഇത് മിസ്റ്റർ കൃഷ്ണമേനോൻ, എഞ്ചിനീയർ. അങ്ങക്ക് പേരെങ്ങനെ മനസ്സിലായി? നിങ്ങൾ തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ. എപ്പോ പറഞ്ഞു മിസ്റ്റർ മേനോൻ? നിങ്ങൾ മറന്നു പോയിട്ടാണ്. കാപ്പി കുടിക്കണം, കുടിക്കണം. എങ്ങനെയുണ്ട് കാപ്പി? നല്ല കാപ്പി. എന്റെ മകൾ ഉണ്ടാക്കിയതാ. അവൾ എന്തുണ്ടാക്കിയാലും അതിന് പ്രത്യേകിച്ചൊരു കൈപ്പുണ്യമാണ്. മനോഹരമായി വീണയും വായിക്കും. ഏത് ഞാൻ നാളെ ഓഫീസിൽ വന്ന് കണ്ടോളാം. ഓക്കേ, വരട്ടെ. പയ്യൻ എങ്ങനെയുണ്ട്? അയ്യോ കഷ്ടം. കൊടുക്കണം പ്ലീസ്. അവൻ അവന്റെ പാർട്ടിയിൽ പോയി. പിന്നെയും കൊടുക്കണം പ്ലീസ്. ആവശ്യത്തിന് പറഞ്ഞാ പോരെ. വലിയ ഉപകാരം സാർ. ഒരു ജോലി സമ്പാദിക്കുന്നതിനെ പറ്റി ഞാൻ വളരെ വറീഡായിരുന്നു. സാറിനെ പരിചയപ്പെടാൻ സാധിച്ചത് എന്റെ മഹാഭാഗ്യമാണ്. അതാണ് എന്റെ സ്പെഷ്യാലിറ്റി. ഏത് മനുഷ്യരെ എനിക്കറിയാം. മനുഷ്യർക്ക് ദുഃഖം വരുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടെ എത്തും. നാളെ തന്നെ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തോളൂ. താങ്ക് യു സാർ. എവിടെയാണ് താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഏതെങ്കിലും ഒരു ലോഡ്ജിൽ ഒരു മുറി കണ്ടുപിടിക്കണം. നല്ല മുറി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. വാടക കൂടുതലും. പോരെങ്കിൽ എല്ലാ ലോഡ്ജുകളിലും മോഷണം. മിസ്റ്റർ മേനോന് വിരോധമില്ലെങ്കിൽ എന്റെ ഔട്ട് ഹൗസിൽ താമസിക്കാം. ഏത് അത് സാറിന് ബുദ്ധിമുട്ടാവില്ലേ? What do you mean? എന്റെ കൂടെ പ്രവർത്തിക്കുന്നവരുടെ സുഖവും സൗകര്യവുമാണ് എനിക്ക് ഏറ്റവും പ്രധാനം. ഇന്നേ അങ്ങോട്ട് പോന്നോളൂ. താങ്ക് യു സാർ. ശ്രീമതി, ആ പയ്യൻ നമ്മുടെ ഔട്ട് ഹൗസിൽ താമസിക്കാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ വള്ളം കരയ്ക്കടുക്കുന്നു. ഏത് വള്ളം? വള്ളമല്ല, കപ്പൽ. നീ മാറ്. ജാനകി, മോളെ ജാനകി. എന്താച്ചാ? നീ നേരെ ഔട്ട് ഹൗസിലേക്ക് ചെല്ലണം. ഔട്ട് ഹൗസിലേക്കോ? എന്തിന്? നീ ഇന്നലെ കണ്ടില്ലേ മോളെ ബാങ്കർ കേശവനുവിന്റെ മകൻ? അയാൾ ചിലപ്പോൾ ഊണ് കഴിക്കാൻ ഹോട്ടലിലേക്ക് പോയേക്കും. അത് പാടില്ല. നീ അയാളെ ക്ഷണിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം. ചെല്ല്. അതിന് ജാനകി എന്തിനു പോണം? ഇവിടെ ജോലിക്കാരില്ലേ? ഓ, നിന്നെപ്പോലൊരു പരമ മണ്ടി. മോള് ചെല്ലു മോളെ. നമ്മുടെ മോള് ഉണ്ണാൻ ക്ഷണിക്കുന്നതോടെ അടുപ്പത്തിന്റെ ആദ്യത്തെ പടവ് കഴിയും. അടുത്ത പടി അവരങ്ങ് പരിചയപ്പെടും. പിന്നെ അറിയാതെ അവരങ്ങ് സ്നേഹിക്കും. അത് ഞാനറിയും. പിടിച്ചങ്ങ് കല്യാണം കഴിപ്പിക്കും. ഏത് സാർ? നിങ്ങളോ? എന്താ വിശേഷിച്ച്? കടന്നിരിക്കാമല്ലോ. അച്ഛൻ പറഞ്ഞു വീട്ടിൽ ഊണ് കഴിക്കാമെന്ന്. എന്താ പ്രത്യേകിച്ച്? ഇന്ന് പിറന്നാൾ സദ്യ വല്ലതാണോ? പ്രത്യേകിച്ച് ഒന്നുമില്ല. അച്ഛൻ പറഞ്ഞു സാർ വീട്ടിൽ വന്ന് ആഹാരം കഴിച്ചാൽ മതിയെന്ന്. എന്താ, ഇഷ്ടമല്ലേ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. പയ്യൻ വന്നു. ഞാൻ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നീ കഴിക്കണം കഴിക്കണം എന്ന് പറഞ്ഞ് ഓരോന്നാ വിളമ്പിക്കൊണ്ടിരിക്കണം. ഏത് മനസ്സിലായോ? നമസ്കാരം. 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 വരണം വരണം വരണം. കേട്ടോ മിസ്റ്റർ മേനോൻ, എന്റെ ഭാര്യയ്ക്ക് നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങൾ പ്രത്യേകിച്ചൊരു ശ്രദ്ധ. അവർക്ക് ആൺമക്കളില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കാതെ ഇവിടെ നിന്ന് തന്നെ കഴിക്കണമെന്ന്. ഇരിക്കണം ഇരിക്കണം. മതി. കഴിക്കണം കഴിക്കണം. എങ്ങനെയുണ്ട്? മതി, നന്നായിരിക്കുന്നു. നന്നായിരിക്കാൻ ഇടയില്ല. എന്റെ മകള് അവളുടെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയതാണ്. അവൾ നന്നായിട്ട് ഭക്ഷണം പാകം ചെയ്യും. കല്യാണം കഴിക്കുന്നവന്റെ ഭാഗ്യം. കഴിക്കണം. അയ്യോ, എനിക്ക് മതി. കഴിക്കണം. സമാധാനമായി കഴിക്കട്ടെ. നീ വിളമ്പ്. മതി മതി മതി. കഴിക്കണം. പിന്നെ താമസമൊക്കെ എങ്ങനെയുണ്ട്? ഇതിൽ കൂടുതൽ എന്ത് സൗകര്യം വേണം?
എനിക്ക് ഓഫീസ് എന്ന് പറയുന്നത് എന്റെ സ്വന്തം കുടുംബം പോലെയാണ്. ഒരു കുടുംബത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാവർക്കും വിഷമമുണ്ടാകും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഏതെങ്കിലും ഹോട്ടലിൽ ചെന്ന് വൃത്തികെട്ട ആഹാരം കഴിച്ചാൽ അസുഖം പിടിപെടും. അസുഖം പിടിപെട്ടാൽ ആരോഗ്യം നഷ്ടപ്പെടും. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ആർക്കാണ് നഷ്ടം? എന്റെ മകൾക്ക്. ഡാഡി, അതായത് നിന്റെ അമ്മയ്ക്ക്. എന്റെ അമ്മയ്ക്കോ? അമ്മയ്ക്ക്, മിസ്റ്റർ മേനോന്റെ അമ്മയ്ക്ക്. മിസ്റ്റർ മേനോൻ, നിങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ചെല്ലാം ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ അച്ഛൻ ദാനത്തിന്റെ കാര്യത്തിൽ കർണനും ധൈര്യത്തിന്റെ കാര്യത്തിൽ... അങ്ങ് ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? എല്ലാം എനിക്കറിയാം. നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാമല്ലോ. ഏതായാലും ഇനിമേൽ ആഹാരം ഇവിടെ നിന്ന് കഴിച്ചാൽ മതി. ഏത്? അതൊക്കെ ഉപദ്രവമാവും. ഉപദ്രവമോ? അതെന്റെ ഡ്യൂട്ടിയാണ്, ഞങ്ങളുടെ കടമ. കഴിക്കണം. അയ്യോ മതി, ഇത്രയൊക്കെ കഴിക്കാൻ എനിക്കാവില്ല. നീ വിളമ്പ്, മേനോൻ കഴിച്ചോളും. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അതല്ലേ, അല്ലേ മിസ്റ്റർ മേനോൻ? ഡാഡി, അദ്ദേഹം കഴിച്ചോട്ടെ. കഴിക്കണം. അഥവാ ഞാനും സുകുമാരി അമ്മയും ഇവിടെ ഇല്ലെങ്കിൽ ജാനകിയെ വിളിച്ച് ചോറ് വിളമ്പിച്ച് കഴിച്ചോളണം. ഏത്? ഇത് സ്വന്തം വീട് പോലെ കരുതിക്കൊള്ളണം. ശരി സാർ. നീ വിളമ്പ്. അവിടെ അല്ലെന്ന്, ഇവിടെ. സാർ, വരൂ. എന്തിനാ ഇതൊക്കെ? അച്ഛൻ പറഞ്ഞു ഫ്രൂട്ട്സ് തരാൻ മറന്നുപോയി, ഇവിടെ കൊണ്ടുതരാൻ. വയറ് ഫുള്ളായി, നിൽക്കാനും ഇരിക്കാനും വയ്യ. അതാ കിടക്കാമെന്ന് വിചാരിച്ചു. ഇതിലല്പം കഴിച്ചിട്ട് കിടന്നോളൂ. ഇരിക്കും. നല്ല കൈപുണ്യം. ഇത്ര സ്വാദുള്ള ഭക്ഷണം കഴിച്ച കാലമേ മറന്നു. എന്തിനാ ചിരിക്കുന്നേ? പാചകം ചെയ്തത് ഞാനല്ല, ഞങ്ങളുടെ കുക്ക. പിന്നെ അച്ഛൻ പറഞ്ഞതോ? ബടായി. ഏയ്, അദ്ദേഹം അങ്ങനെയുള്ള ആളല്ല. ഇത്ര സ്നേഹമുള്ള ഒരു നല്ല മനുഷ്യൻ. എന്തിനാ വീട്ടിൽ ചിരിക്കുന്നേ? ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ചിരിക്കുന്നു. നിങ്ങളൊക്കെ വലിയ ആളുകൾ, എന്തിലും ചിരി കണ്ടെത്താം. തൊഴിൽ കിട്ടാത്ത ഈ കാലത്ത് എവിടെ പോയാലും നോ വേക്കൻസി ബോർഡുകൾ മാത്രം തൂക്കിയിട്ടിരിക്കുമ്പോൾ അദ്ദേഹം എനിക്കൊരു ജോലി തന്നു. എനിക്ക് ചിരിക്കാനല്ല തോന്നുന്നത്, അദ്ദേഹത്തിന്റെ കാല് തൊട്ട് കണ്ണിൽ വയ്ക്കാനാണ്. അയ്യോ, അങ്ങനെയൊന്നും ചെയ്യരുതേ. ഞാൻ ചിരിച്ചു മണ്ണ് തപ്പിപ്പോവും. അതെന്തിന്? എന്റെ അച്ഛൻ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ആരെയും സഹായിച്ചതായിട്ട് എനിക്കറിയില്ല. നിങ്ങൾ ബാങ്കർ കേശവ മേനൻ അദ്ദേഹത്തിന്റെ മകനായതുകൊണ്ടാണ് ഈ സ്വീകരണവും ആർഭാടവും ഒക്കെ. ബാങ്കർ കേശവ മേനോനോ? അതാര്? അത്രയധികം മെടുക്കണമെന്നും ആവണ്ട, എനിക്കെല്ലാം അറിയാം. ഒന്നുമില്ലായിരുന്ന എന്റെ അച്ഛന് ഇത്രയൊക്കെ സമ്പാദിച്ചു കഴിഞ്ഞപ്പോൾ ഒരാഗ്രഹം, വലിയ വീട്ടുകാരുമായി ബന്ധപ്പെടണമെന്ന്. അതിനാണ് ഈ സ്നേഹവും സൽക്കാരവും ഒക്കെ. അതിന് ഞാൻ അങ്ങനെ വലിയ തറവാട്ടുകാരനൊന്നും അല്ലല്ലോ. കൊള്ളാം. ബാങ്കർ കേശവ മേനൻ അദ്ദേഹത്തിന്റെ മകൻ വലിയ തറവാട്ടുകാരനല്ലെന്നോ? എനിക്ക് അങ്ങനെ ഒരാളെ പറ്റി അറിയാനേ പാടില്ല. സത്യം? സത്യം. പിന്നെ എങ്ങനെ അന്ന് വീട്ടിൽ വന്നു? ഞാൻ പാവപ്പെട്ട ഒരു മനുഷ്യൻ, കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ഡിഗ്രി എടുത്തു. ജോലി അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് അയാൾ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നു. ഞാൻ സന്തോഷത്തോടെ കൂടെ പോയി. ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ അച്ഛൻ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ അദ്ദേഹത്തോട് ഉള്ള സത്യമൊക്കെ തുറന്നു പറയും, ഇല്ലെങ്കിൽ അതൊരു വലിയ അപരാധമാവും. ഞാനൊന്ന് പറഞ്ഞോട്ടെ? അച്ഛനോട് ഇപ്പൊ ഒന്നും പറയണ്ട. പറയാതിരിക്കുന്നത് തെറ്റല്ലേ? ആയിരിക്കാം, പക്ഷേ പറയണ്ട. എന്തുകൊണ്ട്? പറഞ്ഞാൽ ആ നിമിഷം നിങ്ങളെ പുറത്താക്കും. ആക്കിക്കോട്ടെ, പട്ടിണി കിടന്നാലും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച്. അതെനിക്ക് വേണ്ടിയാണെങ്കിൽ ഇതെന്താ ചെയ്ത് വീണ വായിക്കാൻ പോന്നു? മോളെ മോളെ, നീ സമയവും സൗകര്യവും നോക്കി ആ കൃഷ്ണമേനോനെ വീണ വായിച്ച് കേൾപ്പിക്കണം. ഞങ്ങൾ അറിഞ്ഞും കൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് വരുത്. ഏത്? എന്തിനാച്ചാ? ബാങ്കർ കേശവമേനോന്റെ മകൻ കലാരസികൻ അല്ലാതിരിക്കില്ല. അതിന് അച്ഛൻ പറയുന്നത് നീ അങ്ങ് അനുസരിച്ചാ മതി. ഏത്?
നമസ്കാരം. അപ്പോൾ ഇത്രത്തോളം എത്തിയല്ലേ ഇവിടെ? നിങ്ങളൊരു നല്ല സ്വഭാവക്കാരനായിരിക്കുമെന്നാണ് മിസ്റ്റർ ഞാൻ കരുതിയത്. നിങ്ങൾക്ക് ഞാൻ ജോലി തന്നതും താമസിക്കാൻ ഇടം തന്നതും സൽക്കരിച്ചതുമെല്ലാം എന്റെ മകളെ വശീകരിക്കാനായിരുന്നു. മതി, ഇത് ഇന്നിവിടെ വെച്ച് അവസാനിപ്പിക്കണം. നിങ്ങൾക്ക് പോകാം. അച്ഛാ, നിങ്ങൾ എന്തു വേണം? ഒന്നും വേണ്ട. ഒന്നും വേണ്ടേ? എനിക്കറിയാം നീ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന്. ഞങ്ങൾ തമ്മിൽ സ്നേഹിച്ചു പോയി, അതുകൊണ്ട് ഉടനെ വിവാഹം നടത്തിത്തരണമെന്ന് അല്ലേ? എന്താണ് ഒന്നും ഉണ്ടാത്തത്? അവളുടെ നാവ് കൊണ്ട് പറഞ്ഞാലേ അറിയാവൂ. അങ്ങനെയാണെങ്കിൽ അതങ്ങ് നടത്തണം. അതിലെന്താ തെറ്റ്? ആ, അപ്പൊ നീയും അവരുടെ പക്ഷത്തായി. ഈശ്വരൻ വിധിച്ചത് അങ്ങനെയാണെങ്കിൽ ഈശ്വര വിധി വേണമെങ്കിൽ കുറിപ്പ് മാറ്റിയെഴുതും. പക്ഷേ നിന്റെ മുമ്പിൽ ഞാൻ എന്ത് ചെയ്യും? തോൽവി സമ്മതിക്കാതെ. മിസ്റ്റർ മേനോൻ, നിങ്ങൾക്ക് ഈ ബന്ധം ഇഷ്ടമാണോ? അതോ നിഷ്കളങ്കയായ എന്റെ മകളെ? ഞാൻ അത്രക്കാരനല്ല സാർ. ശരി, ഇനി എനിക്കൊന്നും പറയാനില്ല. ഡെമോക്രസിയുടെ കാലമാണല്ലോ. 3 പേർ ഒരു കക്ഷി നിൽക്കുമ്പോൾ ഒരാൾ ധരിച്ച് എന്ത് ചെയ്യാനാണ്? ആയിക്കോട്ടെ, ഏതായാലും നിങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ മാതാപിതാക്കളെ വരുത്തി വിവാഹം ഉറപ്പിച്ചോളൂ. എനിക്കങ്ങനെ ആരുമില്ല. അച്ഛനും അമ്മയും മരിച്ചിട്ട് വർഷങ്ങളായി. സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള നിങ്ങളുടെ ശ്രമത്തെ ഞാൻ സഹായിക്കുന്നു. പക്ഷെ ജീവിച്ചിരിക്കുന്നവർ മരിച്ചുപോയി എന്ന് പറയുന്നത് പാപമാണ്. ഞാൻ സത്യമാണ് സാർ പറയുന്നത്. സത്യമായാലും കള്ളമായാലും അവരിവിടെ വരണം. എന്നാലേ ഈ വിവാഹം നടക്കൂ. നിങ്ങൾ വരുത്തിയില്ലെങ്കിൽ ഞാൻ വരുത്തും. സാർ, താൻ തക്ക സമയത്ത് തന്നെ വന്നു. ഞാൻ അയാളെ കൊണ്ട് സമ്മതിപ്പിച്ചു. ആരെയോ? തന്റെ മുതലാളി കേശവമേനുവിന്റെ മകൻ എന്റെ മകളെ വിവാഹം ചെയ്യാമെന്ന് സമ്മതിച്ചു. അങ്ങ് എന്താണ് ഈ പറയുന്നത്? എന്റെ മുതലാളിയുടെ മകൻ ഇന്നോടൊപ്പം വന്നതേ ഉള്ളൂ. പിന്നെ താനൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞതോ? അന്ന് അയാൾ പുറപ്പെട്ടില്ല. ട്രെയിൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. ഇന്ന് ഞാൻ പ്ലാനിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഹോട്ടലിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഇയാളാത്? ശരി, താൻ ഏതായാലും അയാളെയും കൂട്ടിക്കൊണ്ട് നാളെ ഇങ്ങോട്ട് വരും. ശരി. കേട്ടോ, താൻ ആര്? എന്താ തന്റെ യഥാർത്ഥ പേര്? എന്റെ പേര് അങ്ങേക്ക് അറിയാമല്ലോ, കൃഷ്ണമേനോൻ. ബാങ്കർ കേശവമേനോന്റെ മകൻ കൃഷ്ണമേനോൻ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ താൻ ഇത്ര തവണ അഭിനയിച്ചതോ? ഞാനായിട്ടല്ലാതെ ആരുടെയും മകനായിട്ടല്ലല്ലോ ഇവിടെ കഴിഞ്ഞത്. താൻ ഇത്ര ഭയങ്കരനാണെന്ന് ഞാൻ കരുതിയില്ല. നാരായണ, നാരായണ, കഥ നാരായണ, ഇവിടെ വാടാ. വായൂടെ വാടാ. ആരാടാ ഞാൻ? എവിടെ നിന്ന് പിടിച്ചുകൊണ്ടുവന്നു? അങ്ങ് പറഞ്ഞ അടയാളം വെച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോയി. മൂക്കുപൊടി കമ്പാർട്ട്മെന്റ്, ടെലിഫോൺ ഷർട്ട്. നീയാണ് പന്ത്രണ്ടാമത്തെ മഹാരാജാവ്. വിളിക്ക് പോലീസിനെ. എന്തിനാച്ചാ? നിന്നെയും എന്നെയും ഈ കുടുംബത്തിനെയും ഞാൻ ചതിക്കാൻ ശ്രമിക്കായിരുന്നു. ഞാനായിട്ട് ഇവിടെ വന്നതല്ല, അങ്ങനെ ഇവിടെ വരുത്തിയതാണ്. എനിക്ക് ജോലി തന്നതും ഇവിടെ താമസിപ്പിച്ചതും ഞങ്ങളെ തമ്മിൽ അടുപ്പിച്ചതും അങ്ങാണ്. തെറ്റ് അങ്ങയുടെ പക്ഷത്താണ്. അങ്ങയുടെ തെറ്റിന് ഞാനതിന് ശിക്ഷിക്കപ്പെടണം. ശരി തന്നെയാണോ? തെറ്റ് എന്റെ പക്ഷത്തെയാണ്. പക്ഷെ താനൊരു യോഗ്യനായിരുന്നെങ്കിൽ സത്യം സത്യമായിട്ട് എന്നോട് പറയാമായിരുന്നു. അതിനൊരു അവസരം അങ്ങ് എനിക്ക് തന്നില്ലല്ലോ. ചോദിക്കാത്തത് പോട്ടെ, പറയാൻ പോലും സമ്മതിക്കാത്ത ധൃതിയായിരുന്നല്ലോ. എന്നാൽ ജാനകിയോട് പറയാമായിരുന്നില്ലേ? ഞാൻ പറഞ്ഞോ ഇല്ലയോ എന്ന് ചോദിച്ചു നോക്കണം. അദ്ദേഹം എല്ലാം എന്നോട് തുറന്നു പറഞ്ഞിരുന്നു അച്ഛാ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്നെ ചതിക്കായിരുന്നു. ഇപ്പോഴെനിക്കെല്ലാം മനസ്സിലായി. യു ഗെറ്റ് ഔട്ട്. അച്ഛാ, കൊണ്ടുപോരുത്. ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്. ഇയാളുടെ മുഖത്ത് നോക്കി വരുന്നു. എടോ, താൻ ഉടനെ സ്ഥലം വിടണം. തെറ്റ് എന്റേത് കൂടെ ആയതുകൊണ്ട് തന്നെ ഞാൻ പോലീസ് ഏൽപ്പിക്കുന്നില്ല. മാറി.